വിശദമായ വാർത്തയിലേക്ക്. താൻ മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ഭാവി മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പറയാത്ത വാക്കുകൾ വായിൽ തിരികെ കയറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം തെമ്മാടിത്തരമെന്നും വി.എസ്. പ്രതികരിച്ചു. ഇതെല്ലാം ശുദ്ധാസംബന്ധമാണ്. ഞാൻ എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിഭാഗം മാധ്യമങ്ങൾ UDF അഴിമതി ഭരണത്തിന്റെ സംരക്ഷകരായി മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി LDF അധികാരത്തിലെത്തും. BJP സംസ്ഥാനത്ത് ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. കേരളത്തിൽ LDFന് അനുകൂലമായ ശക്തമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും UDFന്റെ അഴിമതി ഭരണം നിലനിർത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ വൃഥാശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM-ഉം പ്രതിപക്ഷ നേതാവ് V.S. അച്യുതാനന്ദനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ നിരന്തരം ശ്രമം നടത്തുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചാരണം പാർട്ടിയും V.S.ഉം ഒരേ സ്വരത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് കോടിയേരി പറഞ്ഞു. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാകും. ചില മാധ്യമ പ്രവർത്തകന്മാർക്ക് അവരുടെ ഇത്തവണത്തെ ഉദ്ദേശം CPM-നകത്ത് ഇപ്പോൾ ഏറ്റവും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. എല്ലാ പാർട്ടി മെമ്പറും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ദിവസേന ഒരു കഥയുണ്ടാക്കി ഈ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തെ നിങ്ങൾക്ക് രക്ഷിക്കണം. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ആ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് എന്നെ വലിച്ചു വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ ആ വ്യവസായം തുടർന്നാൽ മതി. അത് V.S.ഉം പിണറായിയും പറഞ്ഞിട്ടുണ്ട്, അത് ഇത്തവണ നടക്കൂല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ല. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന മഞ്ചേശ്വരത്തുൾപ്പെടെ LDF വിജയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയ 4 മണ്ഡലങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഒന്നാം സ്ഥാനത്താണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം LDF തന്നെ വിജയിക്കും. കേരളത്തിൽ BJP ജയിക്കുന്ന ഒരു മണ്ഡലവും ഇത്തവണയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പാർലമെന്റ് ഇലക്ഷനിൽ 4 മണ്ഡലത്തിൽ കേരളത്തിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. ആ 4 മണ്ഡലങ്ങളിലും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചിരിക്കുന്നത്. നേമം, തിരുവനന്തപുരം, ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയിലാണ് മത്സരമെന്നും കോടിയേരി ആരോപിച്ചു. മദ്യത്തിനെതിരെ ആത്മാർത്ഥതയുള്ള സമീപനം LDF-ന് തന്നെയാണ്. മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് LDF നയം. എന്നാൽ അടച്ചിട്ട ബാറുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാക്കി മാറ്റി വീണ്ടും ബാറുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്ന നയമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതെന്ന് കോടിയേരി പറഞ്ഞു. 1500 കോടി രൂപയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ അധികം വിട്ടു. ഗവൺമെന്റിന് 850 കോടി രൂപ അധികം ടാക്സ് കിട്ടി. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം. ഒരാളെ പോലും മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നയം കൊണ്ട് സാധിച്ചോ? ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് V.S. അച്യുതാനന്ദന്റെ ചുട്ട മറുപടി. ചാരക്കേസിൽ കരുണാകരനെ പുകച്ച് പുറത്തു ചാടിച്ച നീക്കങ്ങൾ പൂർണ്ണമായും മറന്നുപോയ മട്ടിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് V.S. ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തന്റെ നിലപാടിലും മാറ്റമില്ലെന്ന് V.S. ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെയും മുന്നണിയുടെയും സീനിയർ നേതാവായ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് ധർമ്മടത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ അന്വേഷിക്കണമെന്നും V.S. പരിഹസിച്ചു. TP ചന്ദ്രശേഖരൻ വധം അങ്ങേയറ്റം അപലപനീയമാണെങ്കിലും RMPയെ ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിനെ അരുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും V.S. പറഞ്ഞു. R. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമല്ലെന്നും ആ നില തുടരുകയും ചെയ്യുമെന്ന് V.S. വ്യക്തമാക്കി. പീപ്പിൾ ബിഗ് എക്സ്ക്ലൂസീവ്. മദ്യനയത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്ത്. മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യം ഒഴുകുമെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വീഡിയോ വൈറലാകുന്നു. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം
ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. UDF സർക്കാർ 5 വർഷക്കാലവും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ. റബ്ബർ സംഭരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പിണറായി പറഞ്ഞു. അടൂരിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 2011 UDFനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ അനുഭവിച്ചത്, എങ്ങനെയാണ് UDFനെ കാണുന്നത്? അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും. പലരും പരസ്യമായി പറയും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു അക്കടി പറ്റാനുണ്ടോ? നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോന്നവരല്ലേ കർഷകർ. അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു. തിരികെ വാർത്തകളിലേക്ക്. കനയ്യകുമാർ അടക്കമുള്ള JNU വിദ്യാർത്ഥികൾക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയ കേസിൽ 3 മാധ്യമങ്ങൾക്കെതിരെ ദില്ലി പോലീസ് കേസെടുത്തു. സി ന്യൂസ്, ടൈംസ് നൗ, ന്യൂസ് എക്സ് എന്നീ ചാനലുകൾക്കെതിരെയാണ് കേസ്. ഫെബ്രുവരി 9 JNUവിൽ നടന്ന കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ് സെമിനാറിനിടെ കനയ്യകുമാർ, ഉമർ ഖാലിദ് എന്നീ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച 3 ചാനലുകൾക്കെതിരെയാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സി ന്യൂസ്, ന്യൂസ് എക്സ്, ടൈംസ് നൗ എന്നീ ചാനലുകൾക്കെതിരെയാണ് CRPC 200 വകുപ്പുകളിൽ ദില്ലി സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് ഫോറൻസിക് ലാബിലെ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഈ വീഡിയോകൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞിരുന്നു. ഈ വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് മുമ്പാകെ കൈമാറി. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദശകലങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തതെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. ഈ വ്യാജ വീഡിയോകളുടെ പശ്ചാത്തലത്തിലാണ് ദില്ലി പോലീസ് JNU വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തീഹാർ ജയിലിൽ അടച്ചത്. ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ സഹായി ശില്പി തിവാരിയുടെ URL അഡ്രസ്സിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു. കേസ് തിങ്കളാഴ്ച ദില്ലി പാട്യാല ഹൗസ് കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ PK രാഗേഷ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും രാഗേഷ് അറിയിച്ചു. നമ്മൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രചരണമായി മുന്നോട്ട് പോകൂ. പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവസാന സമയം മാത്രമേ ചിഹ്നം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിഹ്നം കൂടി ലഭിച്ചതിന് ശേഷമുള്ള പ്രചരണം ആരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. K. സുധാകരനും സുരേന്ദ്രനുമാണ്, ഒരു സംശയവുമില്ല. കണ്ണൂർ പ്രഖ്യാപിക്കാത്തതിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനായി വോട്ട് വണ്ടി പ്രയാണം തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വാഹന പ്രചരണ യാത്ര നടത്തുന്നത്. വോട്ടിന്റെ കൃത്യത ഉറപ്പാക്കുന്ന VVPAT എന്ന പുതിയ സംവിധാനം പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ട് വണ്ടി പ്രയാണം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട രീതിയോടൊപ്പം ജനാധിപത്യ അവകാശങ്ങളെപ്പറ്റിയും ബോധവൽക്കരിക്കുന്ന ചിത്രപ്രദർശനമാണ് വോട്ട് വണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതിനായുള്ള പരിശീലന സൗകര്യവും വോട്ട് വണ്ടിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി നടപ്പാക്കുന്ന VVPAT സംവിധാനത്തെ പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കുന്നു. VVPATിലൂടെ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് സ്വയം വ്യക്തത വരുത്താം. വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ചിഹ്നമടങ്ങുന്ന സ്ലിപ്പ് 8 സെക്കൻഡ് നേരത്തേക്ക് വോട്ടർക്ക് കാണാനാകും. നേമം, വട്ടിയൂർക്കാവ്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃക്കാക്കര, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് നോർത്ത്, കണ്ണൂർ എന്നീ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ VVPAT സംവിധാനമുണ്ടാവുക. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ EK മാജി വോട്ട് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. Increase the voting percentage by sensitizing the voters of Kerala and trying to reach out to each and every voter. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും സംയുക്തമായാണ് വോട്ട് വണ്ടി സജ്ജീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകൾ കേന്ദ്രീകരിച്ച് 3 വോട്ട് വണ്ടികൾ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് നല്ലളം പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 അനുസരിച്ച് മതസാമുദായിക സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തിയെന്നാണ് കേസ്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആദം മുൽസിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാണിച്ച് BJP സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലാണ് നല്ലളം SI റിയാസ് ചാക്കിരി കേസ് രജിസ്റ്റർ ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിജയം ഉറപ്പിക്കാനായി മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN സീമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി വോട്ടർമാർക്ക് മുന്നിൽ എത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TN സീമയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകുക, വിജയിപ്പിക്കുക. ഈ അഭ്യർത്ഥന നടത്തുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി. ഇങ്ങനെ വോട്ടഭ്യർത്ഥന നടത്തുന്നതാകട്ടെ തന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടിയും. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള താൻ ആദ്യമായാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും അത് പ്രിയ സുഹൃത്ത് TN സീമയ്ക്ക് വേണ്ടിയായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം സാധാരണഗതിയിൽ എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ വ്യക്തമായ നിലപാടുകളുണ്ട്, ഏത് പാർട്ടിയെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ TN സീമയ്ക്ക് വേണ്ടി. അത് സുഹൃത്ത് എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും. തീർച്ചയായിട്ടും യാതൊരുവിധ അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്രചരണത്തിൽ ഭാഗ്യലക്ഷ്മി എത്തിയതിലുള്ള സന്തോഷം LDF സ്ഥാനാർത്ഥി TN സീമയും പങ്കുവച്ചു. ഞങ്ങൾ ഏതാണ്ട് എല്ലാ പ്രദേശത്തും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ വീടുകളടക്കം സന്ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി ഈ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വരാം, വലിയ തിരക്കുള്ള ഇതിനിടയിലും വരാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നത്രയും ഇടങ്ങളിൽ തന്റെ സുഹൃത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തിയാകും ഭാഗ്യലക്ഷ്മി മടങ്ങുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV USA-യും ന്യൂയോർക്കിലെ കേരള സെന്ററും സംയുക്തമായി കേരള ഇലക്ഷൻ 2016 ഡിബേറ്റ് സംഘടിപ്പിച്ചു. പാടങ്ങളും തണ്ണീർത്തടങ്ങളും കാശ് വാങ്ങി പറിച്ചു കൊടുക്കുകയും വീടുകൾ മദ്യശാലയാക്കുകയും ചെയ്ത ഗവൺമെന്റിനെ ജനം തൂത്തെറിയുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങുമില്ലാത്ത വികസനത്തിന്റെ പാത തെളിയിച്ച ഗവൺമെന്റാണ് UDF-ന്റേതെന്ന് മറ്റൊരു വിഭാഗവും അവകാശപ്പെട്ടു. കൈരളി TV ന്യൂയോർക്ക് പ്രതിനിധി ജോസ് കടാപ്പുറം മോഡറേറ്ററായ ഡിബേറ്റിൽ നിരവധി പേർ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലാ കോടതി വളപ്പിലെ ജൈവ പച്ചക്കറി തോട്ടത്തിൽ വിളഞ്ഞ കായ്കറികൾ വിളവെടുപ്പിലേക്ക്. തരിശുകിടന്ന 3/4 ഏക്കർ സ്ഥലത്താണ് അഭിഭാഷകർ 100 മേനി വിളവ് കൊയ്തത്. വിഷരഹിത പച്ചക്കറികൾ ശ്രീ ചിത്ര പവർ ഹോമിന് കൈമാറാനാണ് ജുഡീഷ്യൽ ഓഫീസർമാരുടെ തീരുമാനം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി വളപ്പിലെത്തിയാൽ ആദ്യം ഏതു വ്യവഹാരിയും ഒന്ന് അമ്പരക്കും. 3/4 ഏക്കർ പറമ്പിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന പടവലവും വെണ്ടയും തക്കാളിയും മുളകുമെല്ലാം കണ്ടാൽ കോടതി വളപ്പോ കൃഷിഭൂമിയോ എന്ന് സന്ദേഹം തോന്നിയേക്കാം. കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ജൈവ പച്ചക്കറി തുടങ്ങാനുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ഹൈക്കോടതി ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണനാണ്. മേൽക്കോടതി ആഗ്രഹിച്ചത് നടപ്പിൽ വരുത്താൻ ജില്ലാ ജഡ്ജി V. ഷെർസിയും ACJM A. ഇജാസും മുന്നിട്ടിറങ്ങിയപ്പോൾ സംഗതി 100 മേനി കൊയ്തു. ഒപ്പം അഭിഭാഷകരുടെ പിന്തുണയും കൃഷി വകുപ്പിന്റെ സഹായവും കൂടിയായപ്പോൾ കോടതി വളപ്പ് ഒരു പച്ചക്കറി തോട്ടമായി. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജയചന്ദ്രൻ: ഇത് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കോടതികളിലുമൊക്കെ ഇങ്ങനെ വെറുതെയുള്ള സ്ഥലം കിടക്കുകയാണെങ്കിൽ അവിടെ കൃഷി ചെയ്താൽ ഇത് ഒരു സമൂഹത്തിനൊരു മാതൃകയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. തരിശു കിടന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറി ശ്രീചിത്ര പവർ ഹോമിലെ അന്തേവാസികൾക്ക് കൈമാറാനാണ് ജില്ലാ ജഡ്ജി V. ഷെർസിയുടെ തീരുമാനം. ഒപ്പം അഭിഭാഷകർക്ക് ന്യായവിലയിൽ പച്ചക്കറി ലഭിക്കുകയും ചെയ്യും. വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും കടിച്ചു കയറുന്ന ലോ പോയിന്റുകൾക്കിടയിൽ കാറ്റത്ത് തലയാട്ടി നിൽക്കുന്ന പടവലവും വെണ്ടയും കാർഷിക സംസ്കാരത്തിൻ്റെ വേറിട്ട കഥ പറഞ്ഞുകൊണ്ട് തലയുയർത്തി തന്നെ നിൽക്കുന്നു. നിയമകാര്യ ലേഖകൻ ആനന്ദനും ക്യാമറമാൻ അജിത്തിനുമൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തയിലേക്ക്. വിവാർ സന്യാസി സന്തോഷ് മാധവന് ഭൂമി അനുവദിച്ചതിനു പിന്നിൽ വ്യവസായ വകുപ്പാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ കുറിപ്പ് പുറത്ത്. 127 ഏക്കർ ഭൂമിക്ക് ഭൂപരിധി ഇളവ് നൽകണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് തീരുമാനം വിവാദമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഫെബ്രുവരി 25 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ വകുപ്പ് വച്ച കുറിപ്പാണ് പുറത്തുവന്നത്. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കൃഷി പ്രോപ്പർട്ടീസ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് കുറിപ്പിലെ ആവശ്യം. സ്വകാര്യ മേഖലയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യം മന്ത്രിസഭ അതേപടി അംഗീകരിക്കുകയായിരുന്നു. വൈക്കത്തെ സമൃദ്ധി പ്രൊജക്ടിന് IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിധി ഇളവ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കൃഷി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇളവ് അനുവദിക്കണമെന്നും വ്യവസായ വകുപ്പിന്റെ കുറിപ്പിൽ പറയുന്നു. ആവശ്യം മന്ത്രിസഭ അംഗീകരിച്ചതോടെ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ 95.44 ഏക്കറും കൊടുങ്ങല്ലൂരിൽ 32.41 ഏക്കറും അനുവദിച്ച് മാർച്ച് 2 സർക്കാർ ഉത്തരവിറങ്ങി. 127 ഏക്കർ നെൽവയൽ നികത്തുന്നതിന് സന്തോഷ് മാധവന് നൽകിയ അനുമതി വിവാദമായതോടെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.